നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ള കൂലങ്കഷമായ ആലോചനയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിക്കായി തലപുകയുകയാണ് സത്യത്തിൽ ഇപ്പോൾ CPM. നിലവിൽ മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്താണ് CPM എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ശക്തനായ സ്ഥാനാർത്ഥി ഇറങ്ങിയാൽ മണ്ഡലത്തിൽ വലിയ ചലനമുണ്ടാക്കാമെന്ന വിലയിരുത്തലും ഒരു പ്രതീക്ഷയുമൊക്കെ CPM-ന് ഉണ്ട് താനും. ഈ സാഹചര്യത്തിൽ ഉപതിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരെ ഇറക്കിയുള്ള പരീക്ഷണത്തിനാണ് CPM തയ്യാറെടുക്കുന്നതെന്നാണ് സൂചന. പൊതുസമ്മതരായ സ്വതന്ത്രർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അനുകൂലമാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നർത്തകിയും മുകേഷ് MLA-യുടെ മുൻ ഭാര്യയുമായിട്ടുള്ള മേതിൽ ദേവിക അടക്കമുള്ളവരുമായി CPM ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ മേതിൽ ദേവിക സമ്മതം മൂളിയിട്ടില്ല എന്നത് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. സ്വതന്ത്ര പാർട്ടിക്ക് തലവേദന തീർക്കുന്ന ഈ ഘട്ടത്തിൽ വീണ്ടും അത്തരമൊരു തെറ്റ് ആവർത്തിക്കണമോ എന്ന ചോദ്യങ്ങളുമൊക്കെ പാർട്ടിയിൽ ഉയരുന്നുണ്ട്. സ്വതന്ത്രർ അല്ലെങ്കിൽ യുവാക്കൾ ഇറങ്ങട്ടെ എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. പാർട്ടിയുടെ തീപ്പൊരി നേതാക്കളിൽ ഒരാളായ M സ്വരാജിനെ പാലക്കാട് എത്തിച്ച് മത്സരിപ്പിക്കാൻ CPM തയ്യാറാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സ്വരാജ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചെത്തിയ AV ഗോപിനാഥനെ പരീക്ഷിക്കുമോ എന്ന ആകാംക്ഷയുമൊക്കെ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സ്ഥാനാർത്ഥിയാക്കാൻ ആവശ്യപ്പെട്ട് ഗോപിനാഥനുമായി CPM ചർച്ച നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതുമാണ്. എന്നാൽ മത്സരിക്കാനില്ലെന്ന നിലപാടാണ് അദ്ദേഹം പങ്കുവച്ചതെന്നായിരുന്നു വാർത്തകൾ. അതേസമയം മറുവശത്ത് കോൺഗ്രസിലും യുവാക്കളുടെ പേര് തന്നെയാണ് ചർച്ചയാകുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് നറുക്കു വീഴാനുള്ള സാധ്യത ഏറെയാണ്. മുൻ പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പലിന്റെ പിന്തുണ രാഹുലിനാണ്. എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടി നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടതെന്നാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്. BJP-യിൽ മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രന്റെ പേരിനും മുൻതൂക്കമുണ്ട്. ആലപ്പുഴയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുത്തനെ വോട്ടുയർത്തിയ ശോഭയ്ക്ക് പാലക്കാട് BJP വോട്ടുകൾ തൂത്തുവാരാനാകുമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ സംസ്ഥാന അധ്യക്ഷനടക്കം ശോഭ വരുന്നതിനോട് താല്പര്യമില്ല. ദേശീയ നേതൃത്വത്തിന്റെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകും. കോൺഗ്രസ് മണ്ഡലത്തിൽ നിലവിൽ 2-ാം സ്ഥാനത്താണ് BJP. ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം തന്നെ BJP തുടക്കം കുറിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ കാര്യത്തിലും ഒരു ധാരണയാകേണ്ടത് CPM-ന്റെ കാര്യമാണ്. CPM-ൽ സ്വരാജോ മേതിൽ ദേവികയോ എന്നുള്ളത് തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. മേതിൽ ദേവിക പക്ഷേ ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പിലേക്കും ഒരു രാഷ്ട്രീയ രംഗത്തേക്കും ഇറങ്ങുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർ അതിനെ അനുകൂലിക്കുന്ന ആളല്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ പല അഭിമുഖങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ രാഷ്ട്രീയം ആയതുകൊണ്ട് തന്നെ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അത് ഓരോരുത്തരുടെയും ചായ്വുകൾ അനുസരിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വരുന്നത് ആരായിരിക്കുമെന്നറിയാൻ നമുക്ക് കാത്തു തന്നെ ഇരിക്കേണ്ടി വരും. നന്ദി.